ഫ്രണ്ട്സ്, ഓർക്കിഡ് ഇനത്തിലെ അടുത്ത സുന്ദരി പരിചയപ്പെടുത്താൻ വന്നേക്കുവാണ് കേട്ടോ. എനിക്ക് ഒരുപാട് കളക്ഷനൊന്നുമില്ല, എന്നാലും ഒരു രണ്ട് മൂന്ന് പേരെയൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കേണ്ടത്. ഇതേണ്ടേ ഈ വെള്ള സുന്ദരിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതേണ്ട കണ്ടോ, ഒരു കുഞ്ഞ് പ്രാവ് അകത്തിരിക്കുന്ന കണക്കത്തെ. എന്നാൽ ഡവ് ഓർക്കിഡ് ഇവളല്ല കേട്ടോ, ഡവ് ഓർക്കിഡ് വേറെ ഉണ്ട്. അത് ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും വീഡിയോ. എന്നാലും ഡവ് ഓർക്കിഡ് പോലെ തന്നെ ഒരു കുഞ്ഞി പ്രാവ് അകത്തിരിക്കുന്ന പോലത്തെ ഒരു സുന്ദരി തന്നെയാണ് കേട്ടോ. ഇവളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മുടെ ഈർക്കിലിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ പിള്ളേരൊക്കെ പൂ കുത്തി കളിക്കുമല്ലേ, അതേ കണക്ക് ഇങ്ങനെ നിരയായിട്ട് ഇങ്ങനെ പൂക്കൾ പിടിച്ച് നിൽക്കും. അതാണ് അതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ കാണാനായിട്ട്. ഇതേ കണ്ടോ, ഇങ്ങനെ നിരയായിട്ട് ഇങ്ങനെ നമ്മൾ കൊരുത്ത് വെച്ചേക്കുന്നതായിട്ടേ തോന്നത്തുള്ളൂ. ഈ പൂവിൻ്റെ അകത്താണെങ്കിൽ ഇതേ ഒരു ചെറിയൊരു മഞ്ഞ പൊട്ട് പോലെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇവളുടെ ഹൈലൈറ്റ്. നല്ല മണമുള്ളൊരു ഓർക്കിഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നി ഇവൾക്ക് ലൈഫ് കുറവാണ്. ഇന്നിപ്പോൾ വിരിഞ്ഞാൽ ചിലപ്പോൾ നാളെയും കൂടെ ഒന്ന് നിൽക്കും, അത്രയേ ഉള്ളൂ. ഒരുപാട് ദിവസമൊന്നും നിൽക്കത്തില്ല. പക്ഷേ വിരിയുന്ന ദിവസം ഉണ്ടല്ലോ ഒരുപാട് പൂക്കൾ പിടിക്കുകയും. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ യഥാർത്ഥത്തിൽ പൂ പിടിക്കുന്നത്, ശരിക്കും പൂ പിടിക്കുന്നതാണ്. ഇങ്ങനെ നിരയായിട്ട് വരും. ഈർക്കിലിൻ്റെ അറ്റത്ത് ഞാൻ പറഞ്ഞില്ല, നമ്മളിങ്ങനെ കൊരുത്ത് വെച്ചേക്കുന്നതൊക്കെയാണെങ്കിലും ശരിക്കും പൂ പിടിക്കുന്നതാണ്. ഇപ്പം ഈ ഇടയ്ക്കായിട്ട് കുറവാണ്. ഞാൻ കുറേയൊക്കെ കളഞ്ഞായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് തൈകളായി പോകുമ്പോൾ നമ്മുടെ ആ മരം നിറഞ്ഞ് തൈകളാണ്, കാട് പോലെ ആയി പോകും. അപ്പോൾ കുറേയൊക്കെ ഒഴിവാക്കിയത് കൊണ്ടാണ് ഇത് ആ മഞ്ഞപ്പൊട്ട് പോലെ കണ്ടോ. അത് കാണിക്കാനായിട്ടോ ഇത്ര സൂം ചെയ്ത് കാണിക്കുന്ന. രസമാണ് ആ മഞ്ഞപ്പൊട്ട് വെള്ളക്കകത്ത് ഇങ്ങനെ എടുത്ത് കാണിക്കുകയും. ഇത് തലേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അത് പിടിക്കുന്നതിന് മുമ്പുള്ള മൊട്ടിൻ്റെ ഒരു രീതിയാണ്. നമ്മുടെ ഈ കാഷ്യൂനട്ടൊക്കെ ഇല്ലേ, കാഷ്യൂനട്ടിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചറാണ് ആ മൊട്ടിനെ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തലേന്ന് ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. നല്ല രസമാണ് കേട്ടോ ഈ ഓർക്കിഡ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കാണാനായിട്ട്. ഇതേണ്ട കണ്ടോ, താഴെ നിൽക്കുന്നതിൻ്റെ ബട്ടർഫ്ലൈ ചെടിയാണ് കേട്ടോ. ഇതേണ്ടേ ഈ ഒരു രീതിക്കാണ്. എളുപ്പമാണ് കേട്ടോ ഈ ഓർക്കിഡ് വെച്ച് പിടിപ്പിക്കാനായിട്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു ശകലം കൊണ്ട് വെച്ചാൽ മതി, ശരിക്കും അങ്ങ് വളരുകയും ചെയ്യും, ഒരുപാട് തൈകൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ആ പൂവിൻ്റെ ഭംഗിയാണ് കേട്ടോ ഏറ്റവും ഭയങ്കര രസമെന്ന് പറയുന്നത്. ഇങ്ങനെ അടിങ്ങി ഇങ്ങനെ ഇരിക്കും. ഇതേണ്ട കണ്ടോ, തൈകളാണ് ഇതൊക്കെ. അത് ഈ പൂ കഴിയുമ്പോഴത്തേക്കും ആ കമ്പി തന്നെയാണ് കേട്ടോ ഈ തൈകളെല്ലാം പൊട്ടി വരുന്നത്. നമ്മൾ സാധാ ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ പൂ പിടിച്ച് കഴിയുമ്പോൾ കമ്പ് നമ്മൾ വെട്ടി കൊടുക്കണം, അപ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് പൊട്ടിക്കിളിച്ച് അടുത്ത തൈകൾ വരുന്നത്. പക്ഷേ ഇതിന് അങ്ങനല്ല കേട്ടോ. ഇതേ ഒരു ശകലം കൊണ്ട് വെച്ചതാണ്. ഇപ്പോൾ കണ്ടോ, ഞാനാണെങ്കിൽ നമ്മുടെ തേങ്ങ പൊതിച്ച ഇതുണ്ടല്ലോ തൊണ്ടിൻ്റെ അകത്തോട്ട് ചുമ്മാ ഒരു ഇച്ചിരി രണ്ട് തൈ എടുത്ത് വെച്ച് കൊടുത്താണ് കേട്ടോ ശരിക്കും പൂ പിടിച്ചേ. നമ്മുടെ പെറ്റൂണിക്കുട്ടിയുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് അവളുടെ ഒരു ഗ്ലാമർ കണ്ടു എടുത്തറിയുന്നത്. വെള്ളയും ആ മെറൂണും കൂടെ ചേരുമ്പോഴത്തേക്ക് എന്തൊരു ഭംഗിയല്ലേ, അത് കാണിച്ചതാണേ. അപ്പോൾ ഈ ഒരു കമ്പ് കണ്ടോ, ഈ ഒരു കമ്പ് ഇച്ചിരിയും കൂടെ മെച്ചൂർ ആകുമ്പോൾ, അതായത് ഇച്ചിരിയും കൂടെ വലുതാകുമ്പോഴാണ് കേട്ടോ പൂ പിടിക്കാൻ തുടങ്ങുന്നത്. ഉണ്ട് ഇത്രയും നീളത്തിൽ വരികയും ചെയ്യും, അതിലെല്ലാം ഇങ്ങനെ പൂക്കൾ വരികയും ചെയ്യും കേട്ടോ. നമ്മളത് ഒടിച്ചു കൊടുക്കുകയൊന്നും ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ അതിൽ തന്നെയാണ് പിന്നെയും അടുത്ത പ്രാവശ്യവും പൂക്കൾ വരും. അപ്പോൾ ഈ സുന്ദരീനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഉടനെ തന്നെ ഞാൻ ഡവ് ഓർക്കിഡിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടണം കേട്ടോ. ഇനിയും ഒരുപാട് ഓർക്കിഡ് കുട്ടികളെ കാണിക്കാനുണ്ടേ.